ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളെല്ലാവരും കണ്ടു കാണും, ജയിലർ മൂവിയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കുറേ പേരൊക്കെ ട്രെയിലർ ഓൾറെഡി കണ്ടു കാണും. പിന്നെ എന്നെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും ട്രെയിലർ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചെറുതായിട്ട് മിസ് ഔട്ടായി. ഞാനത് ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്, ജയിലറിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ജയിലറിൻ്റെ ഒക്കെ ട്രെയിലർ ഇറങ്ങിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ഏത് മൂവിക്കാണ് നമ്മൾ റിയാക്ട് ചെയ്യുക? അപ്പം ഇതിൻ്റെ ഓൾറെഡി ജയിലിൻ്റെ ടീസർ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളോടെയാണ് കണ്ടത്. അപ്പോൾ കുറേ പേര് ട്രെയിലർ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടുള്ളവരും ഒക്കെ വെറുതെ ഒന്നുകൂടി കാണും എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ട്രെയിലർ കാണാം. പക്ഷെ അതിനു മുമ്പ് ഇതിൻ്റെ ടീസർ ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര വൈറലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാവാലയ പാട്ടിറങ്ങിയായിരുന്നല്ലോ, തമന്ന ഭാട്ടി ആൻഡ് രജനീകാന്തും കൂടെ. അപ്പോഴത്തേക്ക് ആ പാട്ടാണെങ്കിലും ഭയങ്കര വൈറലായിരുന്നു. അപ്പം ഈ സിനിമ ഇത്രയും ഹൈപ്ഡപ്പ് ആയിട്ടുള്ള സിനിമയാണ്. ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നതെല്ലാം സൂപ്പർ സ്റ്റാർസ് ആണ്, അതിൻ്റെ കൂടെയുള്ള ഹൈപ്പപ്പ് ഉണ്ട്. അതുപോലെ അനിരുദ്ധാണ് മ്യൂസിക് എത്തിക്കുന്നത്, എല്ലാം ഉണ്ട്. പക്ഷേ ആ പാട്ടാണെങ്കിലും ഭയങ്കര വൈറലായിരുന്നല്ലോ. നമ്മളെല്ലാവരും ആ ഹുക്ക് സ്റ്റെപ്പ് എന്തായാലും പഠിച്ചു കാണും ഈ സമയം കൊണ്ട്. അപ്പം നമുക്ക് എന്തായാലും ജയിലർ മൂവിയുടെ ട്രെയിലർ കാണാം. ഓക്കെ, டொனேஷன் என்ன வேணுமா? இந்த டிசீஸ் வந்தவங்க பூனைக்குட்டி மாதிரியே இருப்பாங்க. புதினா சட்னி இல்லையா? அதான் இவ்வளவு இருக்குல்ல, இதை சாப்பிடுங்க. ஒரு நாளைக்கு பிரேக்கே பிடிக்காம தட்டி தூக்கிட்டு 5000 ரூபாய் ஃபைன் கட்டி போறேன். திடீர்னு புளியா மாறும். ഒയ്പുള്ളി ഇതിൻ്റെ അകത്തുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഫസ്റ്റ് ടൈമാണ് എന്റെ ജീവിതത്തിൽ ഒരുത്തൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണം. വിനായകനും വെട്ടണം, തുടിക്ക വെട്ടും. നീ അവരെ பார்த்தது ഒരു പോലീസുകാരനോടൊപ്പന. എന്ത് രസാ കാണാൻ. അതൊന്നും ഞാൻ பார்த்திருக்கேன். ജാക്കി ഷ്രോഫോ? ഓരളവുക്ക് മേലെ നമുക്കിட்ட പേച്ചേ கிடையாது. നമ്മുടെ മോഹൻലാൽ അവിടെ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. கொஞ்சம் എന്റെ இதோட நிறுத்திக்கலாம்ல. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சிருந்தா திரும்பி வர முடியும். ഓഗസ്റ്റ് 10-ാം തീയതി ഇറങ്ങും. അത് ഈ ട്രെയിലറിൽ എന്താ നമ്മുടെ സ്വന്തം മോഹൻലാലിനെ കാണിക്കാഞ്ഞത് എന്താ ഗൈസ്? അതെന്താ അങ്ങനെ? സോറി അതെന്താ ഗൈസ് അങ്ങനെ? നമ്മുടെ സ്വന്തം ലാലേട്ടനെ കാണിച്ചിട്ടല്ലോ. ലാലേട്ടനായിരുന്നു ട്രെയിലറിലെ ആ ഒരൊറ്റ സീൻ കൊണ്ട്, ആ ഒരൊറ്റ മറ്റേ പുള്ളിയുള്ള ഷർട്ട് ആൻഡ് ബ്രൗൺ പാൻസ് ആയിരുന്നു, ഇഫ് ഐ റിമെമ്പർ. ആ ഒരൊറ്റ സീൻ കൊണ്ട് തന്നെ ഭയങ്കര ഇതായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം എന്ത് സ്റ്റൈൽ ആൻഡ് സ്വാഗാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ട്രെയിലറിൽ കാണിക്കാത്ത ദൈവം? ആൻഡ് ഓൾസോ രജനീകാന്തിന് എത്ര വയസ്സായ മനുഷ്യന്? എന്തൊരു മാസമാണ് കാണാനൊക്കെ. എത്ര വയസ്സായി പുള്ളിക്ക്. നമ്മുടെ മമ്മൂക്കനെ പോലെ തന്നെ, ഒരു മാറ്റമില്ല. എന്തായാലും ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ നോക്കുന്ന സമയത്ത് രജനീകാന്തിൻ്റെ സ്വാഗ് രക്ഷയില്ല. അതുപോലെ രജനീകാന്തിൻ്റെ ഓപ്പോസിറ്റ് അഭിനയിച്ച പുള്ളിക്കാരിയാണല്ലോ, പുള്ളിക്കാരുടെ പേര് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ്. പക്ഷെ ഞാൻ പേര് ചെറുതായിട്ട് മറന്നു, സോറി ഗൈസ്. പുള്ളിക്കാരിയാണെങ്കിലും അടിപൊളി. പിന്നെ ഇതിനകത്ത് തമന്നനെ കാണിച്ചിട്ടില്ല, മോഹൻലാലിനെ കാണിച്ചിട്ടില്ല. പിന്നെ വിനായകന് മെയിൻ റോളുണ്ട്. വിനായകനാണ് ഇപ്പോൾ ട്രെൻഡിങ്. അപ്പോൾ പുള്ളിയുടെയും കുറേ മെയിൻ റോളുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹോൾ മൂവി തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, ട്രെയിലർ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ നമ്മുടെ സ്വന്തം അനിരുദ്ധുണ്ടല്ലോ. പിന്നെ വേറെ എന്ത് വേണം? അപ്പം എന്തായാലും
അടിപൊളിയായിട്ടുണ്ട് ട്രെയിലർ, ഒരു രക്ഷയില്ല, രോമാഞ്ചം വന്നു. നിങ്ങളും പോയിട്ട് കാണൂ. നിങ്ങളതിട്ട് ഈ വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ഷെയർ ചെയ്യൂ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊന്ന് പറഞ്ഞേക്കൂ. അപ്പോൾ എന്തായാലും ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.